ഒരു ടൂ വീലറിന്റെ ഏറ്റവും വലിയ പോരായ്മ അതിന് എന്തൊക്കെ ഫീച്ചറുകളും എഞ്ചിൻ പവറും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്ന് കല്ലിൽ കയറിയാൽ അല്ലെങ്കിൽ എവിടെയൊന്ന് തട്ടിയാൽ അപ്പൊ തന്നെ അത് മറിഞ്ഞു വീഴും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഒരു വീലും കൂടെ ഒക്കെ ഘടിപ്പിച്ച് ഒരു 3 വീലർ ആക്കണം, അതും അല്ലെങ്കിൽ 4 വീലർ ആക്കണം. എന്നാൽ ഒരിക്കലും മറിഞ്ഞു വീഴാത്ത, ഏത് ട്രാഫിക് ബ്ലോക്കിനിടയിലും കാല് കുത്താതെ സ്വയം ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ചാൽ തനിയെ നമ്മുടെ അടുത്ത് അനുസരണയോടെ ഓടിയെത്തുന്ന, തനിയെ പാർക്ക് ചെയ്യുന്ന ഒരു വാഹനം വാങ്ങിയാലോ? കേൾക്കുമ്പോൾ ഇത് പുതിയൊരു തട്ടിപ്പാണോ എന്നൊക്കെ വിചാരിച്ചേക്കാം, വിശ്വസിക്കാൻ അല്പം പ്രയാസവും ഉണ്ടായേക്കാം. എന്നാൽ അങ്ങനെ ഒരു വാഹനമുണ്ട്, വിൽപ്പനയും തുടങ്ങിയിട്ടുണ്ട്. അതാണ് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓമോവേ എന്ന കമ്പനിയുടെ ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് സ്കൂട്ടർ ഓമോ എക്സ്. ഏവർക്കും ഓട്ടോറോളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടാല് ഇതൊരു സാധാരണ സ്കൂട്ടർ പോലെ തോന്നുമെങ്കിലും ഇതാണ് ലോകത്തിലെ ആദ്യത്തെ മാസ് പ്രൊഡ്യൂസ്ഡ് സെൽഫ് ബാലൻസിംഗ് ഇലക്ട്രിക് മോട്ടോർ റോബോട്ട്. ശരിക്കും ഇതൊരു റോബോട്ടാണ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട്. വിമാനങ്ങളിലും സാറ്റലൈറ്റുകളിലും മാത്രം കണ്ടിട്ടുള്ള എയറോസ്പേസ് ടെക്നോളജിയായ കൺട്രോൾ മൂവ്മെന്റ് ഗൈറോസ്കോപ്പാണ് ഇതിന്റെ അടിസ്ഥാനം. ലളിതമായി പറഞ്ഞാൽ ഏത് ട്രാഫിക്കിനിടയിലും നിങ്ങൾ കാല് നിലത്ത് കുത്തിയില്ലെങ്കിലും ഈ വണ്ടി താഴെ വീഴിയല്ല. അത് മാത്രവുമല്ല, ഇതിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതകൾ ഒന്ന് ഓട്ടോ പാർക്കിംഗ് മോഡും സമ്മൺ മോഡുമാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഫോണിൽ അതിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഒന്ന് അമർത്തിയാൽ മാത്രം മതി, സ്കൂട്ടർ സ്വയമേ അതിന്റെ സ്റ്റാൻഡൊക്കെ പിൻവലിച്ച് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എത്തും. നിങ്ങൾ കയറി ഓടിക്കുന്നതുവരെ കാത്തു നിൽക്കുകയും ചെയ്യും. ഇനി യാത്ര കഴിഞ്ഞ് എവിടെയെങ്കിലും ചെന്നിട്ട് വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സ്കൂട്ടറിന്റെ സ്ക്രീനിലെ ഓട്ടോ പാർക്ക് ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അത് കൃത്യമായ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തുകയും തിരിച്ചറിയുകയും സ്വയം പാർക്ക് ചെയ്യുകയും ചെയ്യും. തീർന്നില്ല, അതിലൊരു ഓട്ടോ ചാർജിങ് സവിശേഷതയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഹനം ചാർജ് ചെയ്യുന്നതിനെ പറ്റിയോ അതിന്റെ ചാർജ് ലെവലിനെ പറ്റിയോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം വാഹനം തനിയെ ചെയ്തുകൊള്ളും. അതായത് വാഹനം ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് പോയി തനിയെ പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്തുകൊള്ളും എന്ന് സാരം. അപ്പൊ നിങ്ങൾ വേണേ ചോദിച്ചേക്കാം, അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ 2 കിലോമീറ്റർ അകലെയാണെങ്കിലോ എന്ന്. പക്ഷെ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. ഇന്നേ വരെ ഓട്ടോമോട്ടീവ് ചരിത്രത്തിലെ ഒരു മാനുഫാക്ചറും നൽകാത്ത ഫീച്ചറുകളാണ് ഇവയെല്ലാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയധികം അപൂർവ സവിശേഷതകളുള്ള ഈ വാഹനത്തിന് ഏകദേശം എത്ര ലക്ഷം രൂപ മുടക്ക് വരുമെന്ന്. ഒരുപക്ഷെ ഒരു 10 ലക്ഷമോ അതിലധികമോ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാനിടയുണ്ട്. പക്ഷെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. ഈ സവിശേഷതകൾ മാത്രം പോരല്ലോ, സേഫ്റ്റിയും കൂടെ വേണ്ടേ ഈ വാഹനത്തിന്. സുരക്ഷയാണ് അടുത്ത ഓമോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൊരു ഹാലോ പൈലറ്റ് സിസ്റ്റം ഉണ്ട്. അതുവഴി ഇതിന് ചുറ്റുമുള്ള ക്യാമറകളും റഡാറും ഒക്കെ 360 ഡിഗ്രി തടസ്സങ്ങൾ വരെ തിരിച്ചറിയാനും പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. 100 മീറ്റർ ഡ്രൈവബിൾ ഏരിയ ഡിറ്റക്ഷൻ റേഞ്ചുള്ള 90 ഡിഗ്രി 45 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ക്യാമറ സിസ്റ്റവും 200 ഡിഗ്രി 138 ഡിഗ്രി കവറേജും 7 മീറ്റർ ഡിറ്റക്ഷൻ റേഞ്ചും നൽകുന്ന ഒരു സറൗണ്ട് വ്യൂ ക്യാമറയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ച് ഈ സംവിധാനങ്ങൾ പൂർണ്ണമായ ഒരു 360 ഡിഗ്രി വ്യൂ നൽകുന്നു. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ വേറെ വണ്ടി വന്നാൽ വാർണിംഗ് തരാനും, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ മറ്റു വാഹനങ്ങൾ വരികയോ ഒക്കെ ചെയ്താൽ തനിയെ ബ്രേക്ക് ചെയ്യാനും അപകടം ഒഴിവാക്കാനും ഇതിലെ ആക്റ്റീവ് സേഫ്റ്റി സിസ്റ്റത്തിന് സാധിക്കും. ഇതിലെ മറ്റൊരു സംവിധാനമാണ് കൊളീഷൻ അസിസ്റ്റഡ് ബ്രേക്കിംഗ് ആൻഡ് റിയർ റിസ്ക് വാർണിംഗ്. നിങ്ങൾ മുന്നിലുള്ള റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് സമീപിച്ചാലും മോണിറ്ററിൽ നിങ്ങൾക്ക് ഉടനടി ഒരു അലർട്ടൊക്കെ ലഭിക്കും. ഏത് തരത്തിലുള്ള വാഹനമാണ് സമീപിക്കുന്നതെന്നും അത് എവിടെയാണെന്നും ക്യാമറ കൃത്യമായി പകർത്തും. റൈഡർക്ക് കൃത്യസമയത്ത് പ്രതികരിക്കാൻ കഴിയാത്തപ്പോൾ പോലും സ്ഥിരത നിലനിർത്താനും സുരക്ഷ ഉറപ്പാക്കാനും സ്കൂട്ടർ തനിയെ ഇടപെടും. കൂടാതെ ഇതിലെ മറ്റൊരു സവിശേഷതയാണ് ആന്റി സ്കിഡ് ആൻഡ് കർവ് അസിസ്റ്റ്. മഴയത്ത് നനഞ്ഞ റോഡുകളിലൊക്കെ വഴുതി വീഴാതിരിക്കാനും വളവുകളിൽ കൃത്യമായി സ്റ്റെബിലിറ്റി നൽകാനും പ്രത്യേക AI അസിസ്റ്റ് സിസ്റ്റമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. ഇതിലെ ഇരട്ട വിഷ്ബോൺ സസ്പെൻഷൻ ഏത് ആഘാതത്തിലും റൈഡ് സ്ഥിരതയുള്ളതും നിയന്ത്രണത്തിലുള്ളതുമായി നിലനിർത്തുന്നു. മോശം റോഡ് പ്രതലങ്ങളിൽ പോലും ഓട്ടോ സ്റ്റെബിലൈസേഷൻ സവിശേഷത ആഘാതങ്ങൾ ആഗീകരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. മുന്നിൽ ഓമോ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനും ബ്രേക്കിങ്ങിനായിട്ട് 4 പിസ്റ്റൺ കാലിപ്പറുള്ള 260 mm ഡിസ്കും പിന്നിൽ 240 mm ഡിസ്കുമാണ് നൽകിയിരിക്കുക. കൂടാതെ ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡീസന്റ് കൺട്രോൾ എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിലും ഓമോ എക്സ് ഒട്ടും പിറകിലില്ല. ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡിൽ പോകുവാൻ സാധിക്കും.
സ്പീഡ് 110 കിലോമീറ്റർ ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫുൾ ചാർജിൽ ഏകദേശം 200 കിലോമീറ്ററിന് മുകളിൽ വരെ റേഞ്ച് ലഭിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. കേബിൾ കുത്താതെ വണ്ടി ഒരു ചാർജിംഗ് പാഡിന് മുകളിൽ കയറ്റി നിർത്തിയാൽ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. 17.6 HP ആണ് പീക്ക് പവർ വരുന്നത്. 320 ന്യൂട്ടൺ മീറ്റർ ആണ് പീക്ക് ടോർക്ക്. 7.68 കിലോ വാട്ടിന്റെയാണ് ബാറ്ററി പാക്ക്. ഡാഷ്ബോർഡിൽ വരുന്നത് ഒരു ഭീമൻ 10.2 ഇഞ്ചിന്റെ ഹലോ സ്മാർട്ട് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. വണ്ടിയുടെ മൊത്തം കൺട്രോളും നാവിഗേഷനും ഒക്കെ ഇതിലാണ്. പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ ചാനൽ ബ്ലൂടൂത്ത് സ്പീക്കറും ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ലോക്കും നൽകിയിട്ടുണ്ട്. നിങ്ങൾ അകലെ ആയിരിക്കുമ്പോൾ ആരെങ്കിലും ഈ വാഹനം നീക്കാനോ അതിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിക്കാനോ ശ്രമിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉടനടി ഒരു അലർട്ടൊക്കെ ലഭിക്കും. കൂടാതെ സ്കൂട്ടറിന്റെ സുരക്ഷാ മോഡ് അപ്പം തന്നെ സജീവമാകും. മോഷണം, കൃത്രിമത്വം അല്ലെങ്കിൽ അനധികൃത സ്പർശനം എന്നിവയിൽ നിന്നൊക്കെ സ്കൂട്ടർ സുരക്ഷിതമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു. കൂടാതെ ഒരു ഓൺബോർഡ് ക്യാമറ അതിനോട് ഇടപഴകുന്ന ആരുടെയും പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും പകർത്തിക്കൊണ്ടിരിക്കും. അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ സുഹൃത്തിന് സ്കൂട്ടർ അടിയന്തരമായി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കീ കൈമാറുകയോ വാഹനം കാണിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സുഹൃത്ത് സ്കൂട്ടറിനെ സമീപിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു താൽക്കാലികമായ താക്കോൽ സ്വയം ഇത് നൽകും. അത് നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിലാണ് കേട്ടോ പറ്റുള്ളൂ. അങ്ങനെ വാഹനം സജീവമാക്കാനും അത് ഉപയോഗിക്കാനും അവരെ അനുവദിക്കുന്നു. നിങ്ങൾക്ക് വാഹനം പൂർണ്ണമായും ട്രാക്ക് ചെയ്യാനും കഴിയും. കൂടാതെ ജിയോ ഫെൻസിങ്, ടൈം ഫെൻസിങ്, സ്പീഡ് ഫെൻസിങ് പോലുള്ള അത്യാധുനിക സവിശേഷതകളും ഈ ഓമോവെ നൽകുന്നുണ്ട്. ഒരു മോഡുലർ ഡിസൈൻ രീതിയിലാണ് ഈ വാഹനം വരിക. യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ബോഡി 3 രീതിയിൽ രൂപമാറ്റം ചെയ്യാൻ സാധിക്കും. സിറ്റിയിലെ സാധാരണ യാത്രകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ക്ലാസിക് സ്കൂട്ടർ രൂപവും നടുവിലെ മിഡിൽ ബോക്സ് എക്സ്പാൻഷൻ ഒക്കെ വെച്ച ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കിന്റെ ലുക്കിലേക്ക് മാറ്റാവുന്ന സ്ട്രീറ്റ് മോഡ്, ദൂരയാത്രകൾക്കായിട്ട് സൈഡ് ബോക്സുകളും ടൈൽ ബോക്സുകളും ഒക്കെ ഘടിപ്പിച്ച് വലിയൊരു ടൂറിംഗ് സ്കൂട്ടറാക്കി മാറ്റാവുന്ന GT ടൂറിംഗ് മോഡ് എന്നിവയൊക്കെയാണ് അവ. കൂടാതെ സീറ്റിനടിയിലും വശങ്ങളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്റ്റോറേജ് സൗകര്യം ഉണ്ട്. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ടിക് സ്കൂട്ടറിന്റെ വിലയാണ് ഇനി നിങ്ങളെ തീർച്ചയായും ഞെട്ടിക്കാൻ പോകുന്നത്. കാരണം വെറും 3,15,000 രൂപയാണ് ഇന്തോനേഷ്യയിലെ പ്രാരംഭ വില. ഇതിന്റെ പകുതി പോലും ഫീച്ചറുകളില്ലാത്ത ഒരു മിഡ് സെഗ്മെന്റിലെ 2 വീലറിന് ഇതിനേക്കാൾ വിലയുണ്ട് എന്ന് ഓർക്കണം കേട്ടോ. മോട്ടോറിന് 6 വർഷത്തെ വാറണ്ടിയും ബാറ്ററിക്ക് 7 വർഷത്തെ വാറണ്ടിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ടയറുകൾ, ബ്രേക്ക് പാഡുകൾ, മറ്റു ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ വാഹന ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന വാറണ്ടിയുമായിട്ടാണ് ഇത് വരിക. പ്രശസ്ത ചൈനീസ് വാഹന നിർമ്മാതാക്കളായ എക്സ്പെങ്ങിന്റെ മുൻ എക്സിക്യൂട്ടീവ് സിംഗപ്പൂർ ആസ്ഥാനമായി സ്ഥാപിച്ചതാണ് ഓമോവെ. എന്നാൽ ലാർജ് സ്കെയിലിൽ ഇതിന്റെ നിർമ്മാണമൊക്കെ ആരംഭിക്കുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയായ ഇന്ത്യയിലേക്കും ഓമോവെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മാത്രവുമല്ല വിലയാണെങ്കിലും ഒരു സൂപ്പർ ബൈക്കിന്റെ അത്രയുമൊക്കെയാണ് വരികയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ വാഹനം പ്രതീക്ഷിക്കാം. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.